മലയാളമൊന്നായി നിന്നിടും പാരിടും ശലഭമായി മാറിടും പുതുലോകമായി നന്മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം. അവിടുത്തെ അമ്പലത്തിന്റെ പേര് വീട്ടിൽ അമ്പലം. വീട്ടിൽ അമ്പലത്തിന്റെ അടുത്താണോ വീട്? കുന്തല വീട്ടിൽ അമ്പലത്തിന്റെ അടുത്താണ്. നന്മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം. മലയാളമൊന്നായി നിന്നിടും പാരിടും ശലഭമായി മാറിടും പുതുലോകമായി നന്മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം. നന്മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം. മലയാളമൊന്നായി നിന്നിടും പാരിടും ശലഭമായി മാറിടും പുതുലോകമായി നന്മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം. നന്മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം. മലയാളമൊന്നായി നിന്നിടും പാരിടും ശലഭമായി മാറിടും പുതു
പുതുലോകമായി നന്മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം നന്മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം മരണമാർന്നിടും നാളിലും മലയാളമൊന്നായി നിന്നിടും പാരിടും ശലഭമായി മാറിടും പുതുലോകമായി നന്മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം നന്മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം സമീപത്തിൽ കഴിഞ്ഞ 2 ആഴ്ചയിലധികമായി പ്രിയപ്പെട്ട പിതാവ് ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത അവസ്ഥയിൽ കിടക്കുന്ന കിടത്തത്തിൽ തന്നെ മലവും മൂത്രവും ഒക്കെ പോകുന്ന തരത്തിൽ വളരെ ദയനീയമായ ഒരു സാഹചര്യത്തിലാണ് ഉണ്ടായിരുന്നത്. പേരെന്തോന്ന് പറഞ്ഞേ? ഗോപാലകൃഷ്ണൻ എന്നാണ് പേര്. അടൂരാണ് സ്വദേശം എന്ന് പറയപ്പെടുന്നു. മക്കളുടെ പേര്, ഭാര്യയുടെ പേരൊക്കെ ഓരോ സമയത്തും മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസം ഉഷാറായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് ഉഷാറാകുമ്പം പേരൊക്കെ കറക്റ്റ് പറയുമല്ലോ അല്ലേ? അടൂരിലെ വീട്ടുപേരെന്തോ? വീട്ടുപേരെന്തോ? ഓക്കാട്ടെന്നാ വീട്ടുപേര്. നിങ്ങളുടെ ജംഗ്ഷനിലെ കടയിലൊരു ജംഗ്ഷൻ ഉണ്ടല്ലോ, ആ കട ജംഗ്ഷന്റെ പേര്, ജംഗ്ഷന്റെ പേരെന്തോ? കട ഒരുപാടുണ്ട്. ആ വീട് നിൽക്കുന്ന ജംഗ്ഷന്റെ പേരെന്തോ? അവിടുത്തെ അമ്പലത്തിന്റെ പേരെന്ന് പറഞ്ഞേ? പുന്തല വീട്ടിൽ അമ്പലം. ആ, പുന്തല വീട്ടിൽ അമ്പലത്തിന്റെ അടുത്താണോ വീട്? പുന്തല വീട്ടിൽ അമ്പലത്തിന്റെ അടുത്താണ്. നോട്ട് ചെയ്യുന്നത്. പുന്തല വീട്ടിൽ അമ്പലത്തിന്റെ അടുത്താണ് അച്ഛന്റെ വീടെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പൊ സ്വന്തമായിട്ടൊന്നും എഴുന്നേറ്റ് നടക്കാനൊന്നും വയ്യ. പതുക്കെ പതുക്കെ പിടിച്ചെഴുന്നേറ്റൊക്കെ നടക്കണം. ഈ പ്രിയപ്പെട്ട അച്ഛനെ ഏഞ്ചൽസ് വാലിയിലേക്ക് അബ്ദുൽ വഹാബ് കൊല്ലത്ത് ജൈവകാരുണ്യ പ്രവർത്തനത്തിലും ഇതുപോലെയുള്ള സാമൂഹിക പ്രവർത്തനത്തിലൊക്കെ സജീവമാണ്. അതുപോലെ സജീവ് ഫാറൂഖ്, അതുപോലെ തന്നെ സെയ്ദ് അലി, അബ്ദുൾ റസാഖ് ഓമശ്ശേരി തുടങ്ങിയ സാമൂഹിക പ്രവർത്തകർ ഈ സങ്കടം കണ്ട് പോലീസിൽ അറിയിക്കുകയും അതോടൊപ്പം തന്നെ വ്യാപാരി വ്യവസായികളെ വിവരം അറിയിക്കുകയും അവരുടെ ഒക്കെ സപ്പോർട്ടും പിന്തുണയോടും കൂടിയാണ് ഇന്നിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഈ അച്ഛനെ താൽക്കാലികമായി ഏഞ്ചൽസ് വാലിയിൽ ഇപ്പോൾ പാർപ്പിക്കുകയാണ്. ഇനി ഉടൻ തന്നെ അവരുടെ ബന്ധുക്കളെ, സ്വന്തക്കാരെ, കുടുംബങ്ങളെ, മക്കളെ ഒക്കെ കണ്ടെത്തി അവരെ കയ്യിലോട്ട് ഈ അച്ഛനെ അങ്ങോട്ട് ഏൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോഴത്തെ ലക്ഷ്യം.